നമുക്കൊരു യാത്രയൊക്കെ പോകണ്ടേ? ഭാര്യയും ഭർത്താവും മാത്രമായിരുന്നപ്പോൾ എന്തായിരുന്നു, ഒരു വീക്കെൻഡ് കിട്ടിയ അപ്പം പോവായിരുന്നു എങ്ങോട്ടെങ്കിലും ഒരു യാത്രയ്ക്ക്. ഇപ്പോൾ കുഞ്ഞൊക്കെ വന്ന ശേഷം ആകെ സംശയവും ആശങ്കയും. കുഞ്ഞിനെയും കൊണ്ട് പോയാൽ എങ്ങനെയാ, കുഞ്ഞുറങ്ങുമോ, കുഞ്ഞിനെങ്ങനെ പാല് കൊടുക്കും, കുഞ്ഞിനെങ്ങനെ ഭക്ഷണം കൊടുക്കും, നൂറുകൂട്ടം അല്ലേ സംശയങ്ങൾ. ആ സംശയങ്ങളൊക്കെ നമുക്ക് തീർക്കണ്ടേ? പിള്ളേരുമായി യാത്ര പോകുമ്പോൾ നമ്മൾ ദൂരെ ഒരു സ്ഥലം ഫിക്സ് ചെയ്ത് ഒരു 10 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും വിചാരിച്ച് അവിടെ എല്ലാം അങ്ങ് പോയി കളയാമെന്നൊന്നും വിചാരിക്കരുതേ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ, വളരെ അടുത്തൊരു സ്ഥലത്ത് ഒരു സ്റ്റേക്കേഷനോ വല്ലതും അങ്ങ് പ്ലാൻ ചെയ്യണം. ഏതെങ്കിലും റിസോർട്ടിൽ ഒരു ദിവസം സ്റ്റേയോ വല്ലോ. കുഞ്ഞുങ്ങൾ പതുക്കെ യൂസ്ഡ് ആവട്ടെ. പോകുന്ന വഴിക്ക് മോഷൻ സിക്നസ്സോ അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. നമ്മളത് മോഷൻ സിക്നസ് ഉണ്ടെന്ന് പറഞ്ഞ് പിള്ളേരെ വീട്ടിൽ ഇരുത്തിയാൽ മോഷൻ സിക്നസ് പോവോ? അത് പോയല്ലേ ശരിയാകത്തുള്ളൂ. അതുകൊണ്ട് അങ്ങ് പോവോ, രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയേ നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റേക്കേഷനോ വല്ലതും പോവുക, പുതിയൊരു സ്ഥലം, അവരൊന്ന് കംഫർട്ടബിൾ ആവട്ടെ. നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോ വൈഫിൻ്റെയോ ഒക്കെ വീടൊന്നും അല്ലാത്ത ഒരു സ്ഥലവുമായി അവരൊന്ന് ഇടപഴകട്ടെ. അവിടെ എങ്ങനെ പെരുമാറണമെന്ന് അവർ മനസ്സിലാക്കട്ടെ. ഒരു ബീച്ച് സൈഡിലൊക്കെ ഒന്ന് പോവുക, വേവ്സ് കാണുക, സാൻഡിലൊക്കെ ഒന്ന് കളിക്കുക. അങ്ങനെ അവരൊന്ന് പരിചിതമായിക്കോട്ടെ. അത് കഴിയുമ്പോൾ പോകെ നമുക്ക് ദൂരം കുറച്ച് കൂട്ടുകയോ അല്ലെങ്കിൽ സ്ഥലത്തിൽ കുറച്ച് അഡ്വഞ്ചറസ് ആക്കുകയോ ഒക്കെ ചെയ്യാം. ആദ്യം വേണ്ടത് അതാണ്. രണ്ടാമത്തെ കാര്യം എന്താ, നമ്മുടെ പ്രശ്നം ഫീഡ് ചെയ്യുക, ഭക്ഷണം കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളല്ലേ. ഫീഡ് ചെയ്യാൻ കംഫർട്ടബിളായിട്ട് ഒരിടത്ത് നിർത്തി ഫീഡ് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ട് നമ്മളിതൊക്കെ ചെയ്താൽ മതിയെന്നേ. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഫീഡൊക്കെ ചെയ്ത് പതുക്കെ പോയാൽ മതി. നമ്മൾ റഷ് ചെയ്തൊരു ട്രിപ്പൊന്നും പ്ലാൻ ചെയ്യരുത്. പിന്നെ യാത്രയിലെ ഭക്ഷണം, അത് പിള്ളേർ കംഫർട്ടബിൾ ആവുന്നില്ലെങ്കിൽ ആരാന്നറിയോ കുറ്റക്കാർ? നമ്മൾ തന്നെയാണ്. നമ്മൾ ആദ്യം മുതലേ ശീലിപ്പിക്കേണ്ടത് നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണം തന്നെ അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇഡ്ഡലി, ദോശ അതൊക്കെ കിട്ടാത്ത സ്ഥലമുണ്ടോ? നമ്മൾ കേരളത്തിലല്ല, നമ്മൾ ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് ഇഡ്ഡലിയും ദോശയും കിട്ടും. അപ്പോൾ അത് പിള്ളേർ കഴിച്ച് ശീലിച്ച് അവർക്കത് കൊടുക്കാമേ. ചോറ്, ചപ്പാത്തി ഇതൊക്കെ കിട്ടാത്ത സ്ഥലമില്ല ഇന്ത്യയിൽ. അതുകൊണ്ട് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ അടുത്തടുത്ത സ്ഥലത്ത് പോയാലും പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങൾ പോകണമെന്നുള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം തന്നെ അവർക്ക് കൊടുത്ത് ശീലിച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും നമുക്കതൊരു ടെൻഷൻ ആവത്തേ ഇല്ല. അതേസമയം മിക്സിയിൽ അടിച്ചു കൊടുത്താലോ, എവിടെ പോയാലും നമ്മൾ മിക്സിയും കൊണ്ട് കൊണ്ടുവരും. അല്ലെങ്കിൽ അടുക്കള കയറി നമ്മൾ റിസോർട്ടിൻ്റെയൊക്കെ അടുക്കള കയറി മിക്സി കത്തിട്ട് അടിക്കേണ്ടി വരും. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു ഇഷ്യൂ എന്താ, നമുക്ക് ഈ മീൽസ് മുഴുവൻ സമയം അവൈലബിൾ ആവില്ല. വീട്ടിലാണെങ്കിൽ അവർക്ക് വിശക്കുന്ന ഒരു സമയമുണ്ട്, ആ സമയത്ത് നമുക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ സ്ഥലം മാറുമ്പോൾ അവരുടെ വിശപ്പിൻ്റെ സമയവും ഉറക്കത്തിൻ്റെ സമയവും എല്ലാം മാറുമേ. അപ്പോൾ ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ അവർ പറഞ്ഞേക്കുന്ന 7 to 10 ആണെങ്കിൽ ആ സമയത്ത് അവരൊന്നും കഴിച്ചില്ലെന്ന് വരും. 10-15 ആകുമ്പം പെട്ടെന്ന് വിശക്കും. നമ്മുടെ പിള്ളേരല്ലേ, നമുക്ക് അറിഞ്ഞൂടെ അവരുടെ സ്വഭാവം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു ടിഫിൻ ബോക്സ് നമ്മൾ കൈ കരുതണം. അതിനകത്ത് നമ്മൾ ഈ ബുഫേ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇവർ കഴിച്ചില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇഡ്ഡലിയോ ഒരു ദോശയോ ഒരു അപ്പമോ അല്ലെങ്കിൽ 2 കഷ്ണം ബ്രെഡോ കട്ട് ഫ്രൂട്ട്സോ എന്താണ് കുഞ്ഞിന് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് നമ്മൾ കൈ കരുതുക. എന്നിട്ട് ഇവർ വിശക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് കാറിലാണെങ്കിൽ കാറിൽ, ബസ്സിലാണെങ്കിൽ ബസ്സിൽ, ട്രെയിനിലാണെങ്കിൽ ട്രെയിനിലിരുന്നങ്ങ് കൊടുക്കുക. അപ്പോൾ അവരത് കഴിച്ചോളും. സ്നാക്സ് നമ്മൾ കരുതണം, പക്ഷേ നമ്മൾ ഇങ്ങനൊരു ഒരു സ്ക്വയർ മീൽ നമ്മൾ കൈ കരുതണം. അല്ലെങ്കിൽ ഈ സ്നാക്സ് മാത്രം കഴിച്ച് കുഞ്ഞുങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട എനർജി ഒന്നും കിട്ടില്ല. പിന്നെ ചിലപ്പം ഫില്ലായില്ലെങ്കിൽ അവർ ക്രാങ്കി ആവും. അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും. അതുകൊണ്ട് ഈ ടിഫിൻ ബോക്സ് വളരെ നിർബന്ധം. ഒരു കുപ്പി ബോട്ടിൽ വാട്ടർ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം. ഒരു ചെറിയ ബാഗ് കൈ കരുതണം. അതിനകത്ത് തോർത്ത് പോലെ ഒരു ടവൽ പോലെ എന്തെങ്കിലും, വാട്ടർ, പിന്നെ അത്യാവശ്യം സ്നാക്സ്, ഒരു ചേഞ്ച് ഓഫ് ക്ലോത്ത്സ് എല്ലാം നമ്മൾ കൈ കരുതണം. ഡയപ്പർ വേണമെങ്കിൽ ഡയപ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൈ കരുതണം. ഒരു വെറ്റ് ടിഷ്യൂ, അതൊക്കെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ അറിയാമല്ലോ. അതൊക്കെ നമ്മൾ എന്തായാലും യാത്ര പോകുമ്പോഴും കൈ കരുതണം. അത് പെട്ടെന്ന് എടുക്കാവുന്ന ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ഷോൾഡർ ബാഗിലോ വല്ലതും കൈ കരുതിക്കൊണ്ട് നടക്കണം. ഇത് കുഞ്ഞുങ്ങൾ വലുതാകുമ്പോണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആ ഷോൾഡർ ബാഗ് എടുത്ത് അവരുടെ തോളത്തോട്ടിട്ട് കൊടുക്കണം. അവർ അതങ്ങ് ശീലിച്ചോളൂ. അതുകൊണ്ട് അവരുടെ ഒരു പാർട്ട് അവർ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ മതി. ആ ലഗേജ് നമ്മൾ വേറെ ലഗേജ് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരതും കൂടെ ശീലിച്ചോളും. നമ്മൾ ചെറിയ കുഞ്ഞു ഡ്രീംസ് മതി തുടക്കത്തിൽ. ഇങ്ങനെ പോവുക, ആദ്യം സ്റ്റേക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പതുക്കെ പുറത്ത് പോയി തുടങ്ങുക. പുറത്ത് പോകുമ്പോഴും ഒരുപാട് നടക്കുന്ന സ്ഥലങ്ങൾ ഒത്തിരി എണ്ണം ചൂസ് ചെയ്യല്ലേ. ഒരു സ്ഥലം കുറച്ച് നേരം നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് മതി. അന്നത്തെ ദിവസം പിന്നെ അതിങ്ങനെ ഒരുപാട് അവർക്കങ്ങ് മടുക്കരുത് അത് ആലോചിക്കുമ്പോൾ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളൊരു ഭയങ്കര ഒരു വ്യൂ ഉണ്ട്, അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക, കയറ്റം കയറി പോവുക. ആ വ്യൂ അവിടെ ചെന്നിട്ട് വേണം നമുക്ക് കാണാൻ. അത് കാണാനാണ് നമ്മൾ ഇവിടം വരെ വന്നേക്കുന്നത്. ആ പോകുന്ന വഴിക്കാണ് ആ റൈറ്റ് സൈഡിലൊരു പ്ലേ ഏരിയ. കുഞ്ഞുങ്ങളാണ് പ്ലേ ഏരിയ ഉണ്ട്, അവർക്ക് വ്യൂ പോയിൻ്റ് ഒന്നും കാണണ്ട, അവർക്ക് പ്ലേ ഏരിയ ആണ് കാണേണ്ടത്. അവരങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ പറയും ഇത് നമ്മുടെ നാട്ടിൽ ചെന്നാലും ഉണ്ടല്ലോ കളിക്കുന്ന സ്ഥലം, സ്വിങ്ങും സ്ലൈഡും ഒക്കെ തന്നെ, മെറി ഗോ റൗണ്ടും ഒക്കെ തന്നെ. അത് കാണുമ്പോൾ അങ്ങ് എക്സൈറ്റഡ് ആവുന്നത് നമ്മൾ ആ വ്യൂ പോയിന്റ് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വെച്ച് പിടിച്ച് അങ്ങോട്ട് പോകരുത്. ഈ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പം തന്നെ കുഞ്ഞുങ്ങൾ എൻജോയ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പം നമ്മൾ എൻജോയ് ചെയ്യുന്നത് അവരെ കൊണ്ട് കഷ്ടപ്പെട്ട് എൻജോയ് ചെയ്യിപ്പിക്കാൻ നിർത്തരുത്.
അവരുടെ എൻജോയ്മെൻറ്റോട് നോക്കുക. അവരുടെ കുഞ്ഞു മനസ്സിൽ ഇഷ്ടമാകുന്നത് ആ മെറി ഗോ റൗണ്ട് ആണെങ്കിൽ അവർ റൗണ്ട് കറങ്ങട്ടെന്ന്. എന്തോ ഇത്ര നഷ്ടം. ആ വ്യൂ പോയിന്റ് നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞാലും അവിടെ തന്നെ ഇരിക്കുമല്ലോ, എങ്ങും പോകില്ലല്ലോ. സമയമൊക്കെ ചിലപ്പോൾ ആ സമയം കഴിഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കംഫർട്ടബിളായിട്ട് ഒരു ടൈം ഇട്ടിട്ട് മാത്രമേ ഇങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് യാത്ര പുറപ്പെടാവുള്ളൂ. ഇത് മുഴുവൻ കവർ ചെയ്തോളാം നമ്മൾ ആർക്ക് ശബ്ദം ചെയ്ത് കൊടുത്തിട്ടൊന്നും വരരുത്. അവർക്ക് മെറി ഗോ റൗണ്ട് കളിച്ച് 2 തവണ ചുറ്റി കഴിയുമ്പോൾ ഇച്ചിരി സമയം അവിടെ മിസ്സായി പോട്ടെ, നമുക്ക് ഇനിയും വരാമല്ലോ. ഇവരെ കൊണ്ട് തന്നെ നമുക്ക് ഇനിയും വരാനേ, നമുക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ. അതുകൊണ്ട് അവരുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ വേണ്ടാന്ന് വെക്കല്ലേ. നമ്മളത് വേണ്ടാന്ന് വെച്ച് നിർബന്ധിച്ച് വലിച്ചുകൊണ്ട് അവിടെ പോയി വെക്കുക. അവർ അന്നത്തെ ദിവസം മുഴുവൻ ക്രാങ്കി ആയിരിക്കും. അത് വേണോ ഇത് വേണോ അങ്ങനെ ചിന്തിച്ച് വേണം ചെയ്യാൻ. അവരുടെ ഭാഗത്തു നിന്നും കൂടി ചിന്തിച്ച് വേണം ഇത്തരം ഡിസിഷൻസൊക്കെ നമ്മൾ എടുക്കാൻ. പിന്നെ യാത്ര പോകുമ്പം ഫുഡ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വസ്ത്രം. നമ്മൾ ഈ പോകുന്ന സ്ഥലത്തെ കാലാവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഡ്രസ്സ് നമ്മൾ കൈ കരുതണം. നമ്മൾ പൊതുവേ വീട്ടിലെന്തോ വളരെ കംഫർട്ടബിൾ ആക്കി ഫുൾ കൈ ഒക്കെ ഇടിയിച്ച് പാൻറ്റൊക്കെ ഇടിയിച്ച് തണുപ്പൊന്നും തട്ടാതെ ഫാനൊന്നും വെക്കാതെ അങ്ങനെയൊക്കെ ആയിരിക്കും നടത്തുന്നത്. നമ്മൾ പോകുന്ന വളരെ സണ്ണി ആയിട്ടുള്ള ബീച്ച് സൈഡ് ആണെങ്കിലോ ലൈറ്റായിട്ടുള്ള ക്ലോത്ത്സ്, കോട്ടൺ വസ്ത്രങ്ങൾ കരുതണം. അവർ കംഫർട്ടബിളായിട്ടിരുന്ന് സാൻഡി കളിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. അവർ ഷോർട്സ് പോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഫ്രില്ലുള്ള ഉടുപ്പൊന്നും ഇട്ട് യാത്ര പോകല്ലേ, നല്ല ഉടുപ്പിട്ടേക്കാന്ന് പറഞ്ഞ് കൊട്ട പോലത്തെ ഉടുപ്പൊന്നും ഇടിച്ച് പോകരുത്. അവർ ആ സൈഡിലേക്ക് ഒന്ന് വലിഞ്ഞ് കയറട്ടെ. ഒരു മലയുടെ മണ്ടയിലോട്ട് വലിഞ്ഞ് കയറുവാണെങ്കിൽ അവർക്ക് നടക്കാൻ കംഫർട്ടബിൾ ആവട്ടെ. ചൂടുണ്ടെങ്കിൽ അവർ വിയർക്കാതിരിക്കട്ടെ. നല്ല കംഫർട്ടബിളായിട്ടുള്ള ലൈറ്റ് എയറി ക്ലോത്ത്സാണ് യാത്ര ചെയ്യുമ്പം ഏറ്റവും നല്ലത്. അതേസമയം നമ്മൾ തണുപ്പുള്ള സ്ഥലത്താണ് പോകുന്നതെങ്കിലോ നല്ല വാമായിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുന്ന ഡ്രസ്സ് ഒന്നിലധികം കരുതണം. ഒരു ജാക്കറ്റ്, നമ്മളൊരു ജാക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ, കുട്ടികൾക്ക് അത് മതിയല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം ആ ജാക്കറ്റിൽ അവർ വൊമിറ്റ് ചെയ്യുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരെണ്ണം വേണ്ടി വരും. അതുകൊണ്ട് ഒരു എക്സ്ട്രാ പെയർ നമ്മുടെ കയ്യിൽ എപ്പോഴും കരുതണം. ക്ലോത്ത്സ് ആണെങ്കിലും എപ്പോഴും ഒരു എക്സ്ട്രാ പെയർ നമ്മൾ കരുതിയിരിക്കണം. എന്ത് വേണമെങ്കിലും യാത്രയല്ലേ, നമുക്ക് ആവശ്യം വരും. നമ്മൾ വിചാരിക്കാത്ത പല സന്ദർഭങ്ങളിലൂടെയും പോകും. ഫുഡ് മേത്ത് വേണമെന്നിരിക്കാം. എന്തുകൊണ്ടും നമുക്ക് എക്സ്ട്രാ പെയർ ഓഫ് ക്ലോത്ത്സ് കയ്യിലിരിക്കുന്നത് നല്ലതാണ്. ജാക്കറ്റിൻ്റെ കാര്യത്തിൽ ഓർക്കണം. പിന്നെ നമ്മൾ സമ്മറിലാണ് പോകുന്നത്. പൊതുവേ തണുപ്പുള്ള സ്ഥലമാണ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് അങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല, നമ്മൾ അന്വേഷിച്ചറിഞ്ഞു എന്ന് വെക്കുക. എങ്കിൽ പോലും ഒരു സെറ്റ് ജാക്കറ്റ് നമ്മുടെ കൈ കരുതണം. കാരണം എന്താ പറയുക, ഈ തണുപ്പുള്ള സ്ഥലത്ത് ചിലപ്പം പെട്ടെന്നൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ കാലാവസ്ഥ ഫുൾ മാറി ഒരു തണുപ്പൊക്കെ വരാൻ രാത്രിയിലൊക്കെ. അപ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യരുത്, ഈ ഒരു ജാക്കറ്റ് എടുക്കേണ്ടതായിരുന്നു എന്ന്. നമ്മൾ ആ കുഞ്ഞുങ്ങളെ കരുതി അങ്ങനത്തെ മുൻകരുതലൊക്കെ നമ്മൾ എടുക്കണം. ഒപ്പമാണ് വളരെ പ്രധാനമാണ് ഷൂസ്. നമ്മൾ യാത്ര പോകുന്നതല്ലേ, പുത്തനൊരു ഷൂസ് വാങ്ങിച്ച് കളയാമെന്ന് വിചാരിച്ച് പുത്ത ഷൂസും വാങ്ങിച്ച് യാത്രയ്ക്ക് പുറപ്പെട്ടിരുന്നത്. നമ്മളപ്പോൾ ഷൂ ബൈറ്റ് പോലുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കംഫർട്ടബിളായിട്ടുള്ള, ഓൾറെഡി നമ്മൾ ഇട്ടിട്ട് കംഫർട്ടബിളായിട്ടുള്ള ഷൂസ് ഇട്ട് വേണം. അത് നമ്മൾ വലിയവർക്കും പ്രധാനമായിട്ടും ഓർക്കേണ്ട ഒരു കാര്യം കേട്ടോ. കംഫർട്ടബിളായിട്ടുള്ള ഷൂസ് ഇട്ട് വേണം പിള്ളേരെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഒരു എക്സ്ട്രാ പേര് കൈ കരുതുകയും വേണം. കാരണം ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇത് പൊട്ടിപ്പോവോ, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പം നമ്മൾ പിന്നെ ഇടുകയൊക്കെ ചെയ്യാൻ ചിലപ്പോൾ ഷൂസ് ആയിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവും, അത് കംഫർട്ടബിൾ ആവില്ല. അല്ലെങ്കിൽ നമ്മൾ റിസോർട്ടിൽ താമസിക്കുമ്പോൾ അതിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓരോ തവണ ഈ ഷൂ ഉരലും ഒക്കെ പ്രയാസമായിരിക്കും. ഒരു പെയർ ഓഫ് സ്ലിപ്പറും കൂടെ കരുതുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ജോലി ഭാരം കുറയ്ക്കും. കുറച്ച് ലഗേജ് ഭാരം കൂടും, പക്ഷേ ജോലി ഭാരം കുറയ്ക്കും. എന്തായാലും ലഗേജ് എടുത്തുകൊണ്ട് നമ്മൾ എപ്പോഴും നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുക. ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മനസ്സിലൊന്ന് ഓടിച്ച് നോക്കിയൊക്കെ പോവുകയാണെങ്കിൽ കട്ടുമുട്ടലില്ലാതെ കരുതാം. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഒരുപാട് ലക്ഷ്യമൊന്നും വെക്കണ്ട. ആദ്യത്തെയൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ പോയി കാണാമെന്നൊന്നും വിചാരിച്ചല്ല പോട്ടെ. നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ, നമ്മൾ എന്നുമുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നൊരു മോചനം, കുഞ്ഞുങ്ങൾക്കും മോചനം നമുക്കും മോചനം, അങ്ങനെ വിചാരിച്ചോടെ പോകാൻ. ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനിയും ഈ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ എപ്പിസോഡ്സ് ഞാൻ ഇടാം. പക്ഷേ അതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ, യാത്ര പോകുമ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ഈ ഒരു ആശങ്കകളോ സംശയങ്ങളോ കാരണമാണ് പോകാതിരുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ കൂടി ഇടാം കേട്ടോ. ബൈ.